രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് ആലോചിച്ച് എഐസിസി നേതൃത്വം 2009-ൽ 3 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് വിജയിച്ച രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 2014-ൽ 1 ലക്ഷമായി കുറഞ്ഞിരുന്നു. 2017-ൽ അമേത്തി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 5 നിയമസഭാ സീറ്റുകളിൽ ഒന്നിൽ പോലും കോൺഗ്രസ് വിജയിക്കാത്തതും രാഹുലിനെ വയനാട്ടിലേക്ക് മാറ്റാൻ കാരണമായി. അമേഠി മാറുകയാണ്. കോൺഗ്രസ് കോട്ടയായി കരുതപ്പെടുന്ന കിഴക്കൻ യുപിയിലെ അമേഠി ലോക്സഭാ മണ്ഡലം ഇപ്പോൾ സുരക്ഷിതമല്ലെന്ന് കോൺഗ്രസ് കരുതുന്നു. ഈ പശ്ചാത്തലത്തിൽ 2 ആഴ്ച മുമ്പ് തന്നെ എഐസിസി നേതൃത്വം രാഹുൽ ഗാന്ധിക്കായി സുരക്ഷിത മണ്ഡലം അന്വേഷിച്ചിരുന്നു. കേരളത്തെ കൂടാതെ കർണാടകയിലെ വിവിധ മണ്ഡലങ്ങളും പരിശോധിച്ചെങ്കിലും ഘടകകക്ഷികളുടെ പിന്തുണയും മുൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും പരിശോധിച്ച് വയനാട് നിശ്ചയിച്ചു. അമേഠിയിൽ 2004-ൽ ആദ്യമായി രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ 66.18% വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. 2009-ൽ ഭൂരിപക്ഷം 3 ലക്ഷം കടന്നു. എന്നാൽ 2014 സാഹചര്യം മാറി. ഭൂരിപക്ഷം 1 ലക്ഷമായി കുറഞ്ഞു. 2017-ലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം പൂർണ്ണമായി. അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 5 നിയമസഭാ സീറ്റുകളിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് വിജയിക്കാനായില്ല. കൈവശമുണ്ടായിരുന്ന 3 സിറ്റിംഗ് സീറ്റുകളായ സലോൺ, ജഗദീഷ്പൂർ, ഗൌരിഗഞ്ച് നിയമസഭാ സീറ്റുകൾ നഷ്ടമായി. അമേഠി തിലോയ് നിയമസഭാ സീറ്റിൽ 2ാം സ്ഥാനത്ത് പോലും കോൺഗ്രസ് എത്തിയില്ല. ഇതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ മണ്ഡലം മാറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ അത് യുപിയിലെങ്ങും തിരിച്ചടി ഉണ്ടാക്കുമെന്ന് മനസ്സിലായതോടെ 2ാം സീറ്റ് എന്ന നിലയിൽ വയനാട് പരിഗണിച്ചു. എഐസിസി നേതൃത്വം കേരള ഘടകത്തോട് നിലപാട് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ബിജെപിക്കെതിരെ പൊരുതുന്നുവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ നിർണായകമായ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് യുപിയിൽ നിന്നും രക്ഷ തേടി കേരളത്തിലെത്തുന്നത് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കോൺഗ്രസ് പ്രയാസപ്പെടും. മുഖ്യ എതിരാളിയായ ബിജെപിയിൽ നിന്നുള്ള ഒളിച്ചോട്ടമായും രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്ത തള്ളാതെ എഐസിസി, കെപിസിസി ആവശ്യം മുന്നോട്ട് വെച്ചു. ഇത് പരിഗണനയിലാണെന്നും എന്നാൽ അമേഠി തന്നെയാകും രാഹുലിന്റെ കർമ്മഭൂമിയെന്നും കോൺഗ്രസ് ദേശീയ വക്താവ് രൺദീപ് സിംഗ് സുർജേവാല. The Kerala PCC unit, Kerala Congress workers and leaders and people of Kerala have urged upon Shri Rahul Gandhi to contest from a seat in Kerala, Wayanad or any other seat. All that I am pointing out to you, we thank them for the immense affection, for the respect, as also for the desire with which they have urged Shri Rahul Gandhi. Rahul ji on more than one occasion has said, Amethi is his Karam Bhumi and shall always remain so. However, every time such a request or proposal comes, as desired by people of a particular state, in this case Kerala, we humbly bow and we say, we thank you for your respect, affection and desire, and Congress President will consider it in the same fashion. വയനാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി രാജ്യത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി. ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപിയെയല്ല ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടതെന്ന സന്ദേശമാണ് രാഹുൽ നൽകുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ പ്രധാന ശക്തി ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കേരളത്തിൽ ബിജെപിയോട് മത്സരിക്കാനല്ല വരുന്നത്, ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണ്. ഈ ഒരു നില ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്തക്ക് ചേർന്നതാണോ എന്നത് കോൺഗ്രസ് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വഴിക്ക് നടക്കും. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നതുകൊണ്ട് ആ പോരാട്ടത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമെന്നൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ നേരിടുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാജ്യത്തിന് നൽകുന്ന സന്ദേശമെന്ത്? BJP അല്ല ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടത് എന്ന സന്ദേശമാണ് ഇതിലൂടെ രാജ്യത്ത് നൽകുന്നതിനിടയാക്കുക. അത് ശരിയാണോ? സ്വയം ആലോചിക്കട്ടെ. ബാക്കി സ്ഥാനാർത്ഥി ഏത് വന്നാലും ഞങ്ങൾ സ്വാഭാവികമായിട്ടും നേരിടുന്നല്ലോ, ആ നേരിടൽ നടക്കും. രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം തകർന്നതിന്റെ തെളിവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധിയല്ല ആര് വന്നാലും LDFന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും കോടിയേരി പറഞ്ഞു. രാഹുൽ ഗാന്ധി അമേത്തി വിട്ട് വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ തോൽവി സമ്മതിച്ചു എന്നതിൻ്റെ തെളിവാണ്. അമേത്തിയിൽ പോലും കോൺഗ്രസ് സുരക്ഷിതമല്ല.
എന്ന് വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പരാജയ ഭീതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വയനാട്ടിലേക്കുള്ള, ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിലേക്ക് വരാൻ എടുത്ത തീരുമാനം. മറ്റൊന്ന്, ഇത് എ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിക്കെതിരായൊരു തിരിച്ചടിയാണ്. ഉമ്മൻചാണ്ടി നിർബന്ധിച്ചിട്ടാണ് സിദ്ദിഖിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിൽ ഐ ഗ്രൂപ്പിന് അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തിയുള്ള ഐ ഗ്രൂപ്പുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് സിദ്ദിഖിനെ മാറ്റുന്നത്. സിദ്ദിഖ് എല്ലാ പ്രചരണം അവിടെ ആരംഭിച്ചു കഴിഞ്ഞതാണ്. ഈ സിദ്ദിഖിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഐയും എയും തമ്മിലുള്ള കലാപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഐ ഗ്രൂപ്പ് രഹസ്യയോഗം ചേർന്ന് വിവിധ മണ്ഡലങ്ങളിൽ ഐ ഗ്രൂപ്പുകാർ എതിർ പ്രചരണത്തിന് തീരുമാനിച്ചപ്പോൾ അത് മനസ്സിലാക്കി ഡൽഹിയിലിരുന്നു കൊണ്ട് ഐ ഗ്രൂപ്പിൻ്റെ ചരട് വലിക്കുന്ന KC വേണുഗോപാലൻ നടത്തിയ ഇടപെടലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ കലാപം മൂർച്ഛിക്കാനാണ് പോകുന്നത്. ഇത് അവരുടെ ആത്മവിശ്വാസം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നതാണ് അമേത്തിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ഈ സ്ഥാനാർത്ഥിത്വം വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരള ഘടകത്തിന്റെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിച്ചെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. 2019 നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ അഭിമാനഭാജനമായ അഭിമന്യനായ കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു. ഇത് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കൂട്ടായ ആഗ്രഹമാണ്. അത് ഞങ്ങളുടെ ഏറെ സന്തോഷകരമായ ഇത്തരമൊരു ആഗ്രഹം, ഒരപേക്ഷ, അഭ്യർത്ഥന അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു. അമേഠിയിൽ രാഹുൽ സുരക്ഷിതനല്ലാത്തതുകൊണ്ടാണ് വയനാട്ടിലേക്ക് വരുന്നതെന്ന് കാനം രാജേന്ദ്രൻ. വയനാട്ടിൽ എതിരാളി ആരായാലും നേരിടാൻ ഇടതുപക്ഷം തയ്യാറാണ്. ഗ്രൂപ്പ് വഴക്ക് മൂലം വയനാട് നല്ല സീറ്റാണെന്ന് KPCC രാഹുലിനെ ധരിപ്പിച്ചു കാണുമെന്നും കാനം പ്രതികരിച്ചു. മതേതര ബദലും ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തിന്റെ വിജയം രാജ്യത്ത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിന് നേതൃത്വം നൽകുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അമേഠി വിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതിനെ ഇടതുപക്ഷം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതും വിലയിരുത്തുന്നതും? ഇവിടെ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ ആര് വരുന്നതിനെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഇതുകൊണ്ട് വ്യക്തമാണ്, അമേഠിയിലെ വിജയസാധ്യത കുറവാണ് എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ 3 ലക്ഷം വോട്ടിന് വിജയിച്ച ആ സീറ്റിൽ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ 1,25,000 താഴെ 1,10,000 വോട്ടിനെ കണ്ടാണ് ജയിച്ചത്. ഇപ്പോൾ അവിടെ ഒരു മുന്നണിയൊന്നുമില്ല. ഗ്രാജുവലായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു വരിക. അതുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു സുരക്ഷിതമായ സ്ഥലം തേടി അദ്ദേഹം ഇറങ്ങിയതാവാം. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക് മൂലം ഇതാണ് ഏറ്റവും നല്ല സീറ്റ് എന്ന് KPCC ചിലപ്പോൾ പറഞ്ഞും കാണാം. അതാണ് അദ്ദേഹം ഇവിടെ എത്തുന്നതിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് വളരെ മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല, ഏറ്റുമുട്ടുക തന്നെ എന്നുള്ളതാണ് പ്രധാനം. ഈ രാഹുലിന്റെ വരവിന് വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംസ്ഥാന അതുപോലെ ദേശീയ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അല്ല, അതൊക്കെ കോൺഗ്രസിൻ്റെ പ്രചരണത്തിൻ്റെ തന്ത്രമാണ്. കോർപ്പറേറ്റ് പത്രങ്ങളും മീഡിയയും അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗംഗയിൽ കൂടി ഒരു ബോട്ടിൽ സഞ്ചരിച്ചതിന് എന്തു പ്രാധാന്യമാണ് പ്രിയങ്ക ഗാന്ധി സഞ്ചരിച്ചപ്പോൾ കിട്ടിയത്. അപ്പം അതെല്ലാം ഈ കോർപ്പറേറ്റ് പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ സത്യം കേരളീയർക്കറിയാം. ഐയും എയും തമ്മിൽ യോജിച്ച ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് രാഹുൽ ഗാന്ധിയാണ് എന്ന് മാത്രമായിപ്പോയി. എന്തായാലും എതിരാളി എത്ര വലിയ ശക്തനായാലും അതിനെ എതിരിടാൻ ഇടതുപക്ഷം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വ്യക്തമായ നിലപാട് തന്നെയാണ് കാനം രാജേന്ദ്രൻ ഉയർത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ സാംജിത്ത് ആർപ്പുക്കരയോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്.
അമേഠിയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നതെന്ന് കുമ്മനം രാജശേഖരൻ. എന്തുകൊണ്ട് വയനാട് തെരഞ്ഞെടുത്തത് രാഹുൽ വ്യക്തമാക്കണമെന്നും ബിജെപി നേതാക്കൾക്ക് മത്സരിക്കാൻ അവരുടേതായ മണ്ഡലമുണ്ടെന്നും കുമ്മനം വ്യക്തമാക്കി. വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ തെക്കേ ഇന്ത്യയിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി എന്ന അവരുടെ തുറുപ്പ് ചീട്ട് പുറത്തിറക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്ന് വിചാരിക്കുന്നത്. അത് വെറൊരു വ്യാമോഹം മാത്രമാണ്. അമേഠിയിൽ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പരാജയപ്പെടുമെന്ന് ഉറപ്പായി. സ്മൃതി ഇറാനിയോട് ജയിക്കാനാവില്ല എന്ന് ബോധ്യപ്പെട്ടു. ഇനി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള അവസാനവട്ട ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അടുത്ത നേതാവ് കെ.സി. വേണുഗോപാൽ എന്ന വിവാദ പ്രസ്താവനയുമായി ഷാനിമോൾ ഉസ്മാൻ. രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിലായിരുന്നു ഷാനിമോളുടെ പ്രസ്താവന. ഷാനിമോളുടെ പ്രസ്താവനയിൽ രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചു. നമ്മുടെ ആലപ്പുഴയുടെ ഇന്നത്തെ സിറ്റിംഗ് MP ആയിട്ടുള്ള നമ്മുടെ എല്ലാം അഭിമാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ കെ.സി. വേണുഗോപാലിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ കെ.സി. വേണുഗോപാലിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ കെ.സി. വേണുഗോപാലിനോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഏത് സാഹചര്യത്തിലായിരുന്നു ഈ ഷാനിമോൾ ഉസ്മാന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന? ഏത് രീതിയിലാണ് രമേശ് ചെന്നിത്തല അതിനോട് പ്രതികരിച്ചത്? ശ്രീ ആലപ്പുഴയിൽ നടന്ന UDF കൺവെൻഷനായിരുന്നു ഇന്ന്. ഷാനിമോൾ ഉസ്മാന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗത്തിലായിരുന്നു ഇത്തരത്തിലൊരു വിവാദമായിട്ടുള്ള പ്രസ്താവന ഷാനിമോൾ ഉസ്മാൻ നടത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയായിരുന്നു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം ഷാനിമോൾ ഉസ്മാൻ സംസാരിക്കവെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമനായിട്ടുള്ള കെ.സി. വേണുഗോപാൽ എന്ന് എടുത്തു പറഞ്ഞത്. ഇത് വളരെയധികം ഹർഷാരവത്തോടു കൂടിയാണ് സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള കെ.സി. വേണുഗോപാലിനെ വേദിയിലുണ്ടായിരുന്നവർ ഈ വാക്കുകളെ കയ്യടിയോടുകൂടി എതിരേറ്റത്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് നേതാക്കളുടെയൊക്കെ ജില്ലയാണ്. രമേശ് ചെന്നിത്തലയായാലും അതോടൊപ്പം തന്നെ AK ആന്റണി ആയാലും കെ.സി. വേണുഗോപാലൊക്കെ തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളുമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇതിന്റെ ഇടയിലാണ് രമേശ് ചെന്നിത്തല ഇരുത്തിക്കൊണ്ടും ഇത്തരത്തിൽ കെ.സി. വേണുഗോപാലിനെ ഉയർത്തി പ്രസ്താവന ഷാനിമോൾ നടത്തിയത്. പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാലിന്റെ വോട്ടുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു ഷാനിമോളുടെ പ്രസ്താവന എന്നുള്ളതാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത്തരം പ്രസ്താവന വന്ന ഉടൻ തന്നെ രമേശ് ചെന്നിത്തല ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിനോടും അതിനുശേഷം DCC പ്രസിഡന്റിനോടും തന്റെ അതൃപ്തി അറിയിച്ചു. അതിനുശേഷം പ്രസംഗത്തിന് ശേഷം ഷാനിമോളോടും ഇക്കാര്യം തുറന്നു പറയുന്നത് നമുക്ക് കാണാമായിരുന്നു വേദിയിൽ വെച്ച്. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ തന്നെ ചർച്ചാ വിഷയമാവും. പ്രത്യേകിച്ച് ഗ്രൂപ്പുകളുടെ അതിപ്രസരമുള്ള ആലപ്പുഴ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾക്ക് ഇത് വളരെയധികം ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായിട്ടുള്ള ഹരിപ്പാട് കൂടി ചേരുന്നതാണ് ഷാനിമോളുടെ ഇപ്പോഴത്തെ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഷാനിമോൾ വരും ദിവസങ്ങളിൽ വോട്ട് തേടിയെത്തുമ്പോൾ വളരെയധികം വിവാദമായിട്ടുള്ള ഈ പ്രസ്താവനയ്ക്ക് കൂടി മറുപടി ഷാനിമോൾ പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ശരി ഷാജഹാൻ. തർക്കങ്ങൾക്കൊടുവിൽ പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയെ വെട്ടി കെ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥി. ശ്രീധരൻപിള്ളയ്ക്കെതിരായ V മുരളീധര പക്ഷത്തിന്റെയും RSSന്റെയും നിലപാടുകൾ കെ സുരേന്ദ്രന് ഗുണം ചെയ്തു. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നും ഏറെക്കുറെ ഉറപ്പായി. തർക്കങ്ങൾക്കും തമ്മിലടിക്കും താൽക്കാലികമായെങ്കിലും വിരാമം കുറിച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചത്. രാവിലെ പുറത്തുവിട്ട പട്ടികയിലും പത്തനംതിട്ട ഇല്ലായിരുന്നു. ഇതോടെ പ്രഖ്യാപനം ഇനിയും വൈകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. സീറ്റിനായി കെ സുരേന്ദ്രനും PS ശ്രീധരൻപിള്ളയും ഒരു മാസത്തോളം നടത്തിയ കരുനീക്കങ്ങൾക്കൊടുവിലാണ് കെ സുരേന്ദ്രന് നറുക്കുവീണത്. കേരളത്തിന്റെ കാര്യം ചർച്ച ചെയ്ത ഒടുവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും കെ സുരേന്ദ്രനും PS ശ്രീധരൻപിള്ളയും കടുംപിടുത്തം തുടർന്നതോടെ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായിരുന്നു. RSSും ദേശീയ നേതൃത്വവും ഒരുപോലെ കൈയൊഴിഞ്ഞതോടെയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള PS ശ്രീധരൻപിള്ളയുടെ മോഹത്തിന് അന്ത്യമായത്. NSS പിന്തുണയുണ്ടെന്ന ശ്രീധരൻപിള്ളയുടെ അവകാശവാദവും RSS വിലക്കെടുത്തില്ല. NSS പിന്തുണ വകവയ്ക്കാതെ ശ്രീധരൻപിള്ളയ്ക്ക് പകരം കെ സുരേന്ദ്രന് സീറ്റ് നൽകിയത് NSSനും തിരിച്ചടിയായി. ശബരിമലയിൽ സംഘർഷമുണ്ടാക്കാൻ നേതൃത്വം നൽകിയതാണ് കെ സുരേന്ദ്രന് RSS പിന്തുണ ലഭിക്കാൻ ഇടയാക്കിയത്. പത്തനംതിട്ടയിലെ പ്രഖ്യാപനത്തോടെ തൃശൂർ സീറ്റിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നും ഏകദേശം ഉറപ്പായി.
തുഷാർ മത്സരിക്കുന്നില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുത്ത് കെ സുരേന്ദ്രനെ ഇവിടെ മത്സരിപ്പിക്കാനും BJP നീക്കം നടത്തിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെങ്കിലും സ്ഥാനാർത്ഥി നിർണയ വിവാദങ്ങൾ BJPയിൽ അവസാനിക്കില്ല. സീറ്റ് തർക്കം തെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടിയുടെ സംഘടനാ തലത്തിൽ വിവാദങ്ങൾക്ക് വഴികൊളുത്തും. ശ്രീധരൻ പിള്ളയ്ക്കെതിരായ ആയുധമായി മറുപക്ഷം സ്ഥാനാർത്ഥി നിർണയ വിവാദങ്ങളെ മാറ്റും. ഇതുകൂടാതെ 5 മണ്ഡലങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയതിനും BJPക്ക് മറുപടി പറയേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ ബ്രേക്കിംഗ്. കോലി സഖ്യത്തിന്റെ പേരിൽ വടകരയിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. മേപ്പയൂരിൽ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പാർട്ടി വിട്ടു. പാർട്ടി വിട്ടവരിൽ വനിതാ ലീഗ് നേതാവും പാർട്ടി വിട്ടത് UDF BJP രഹസ്യധാരണയിൽ നിന്നും പ്രതിഷേധിച്ചും LDFുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് പാർട്ടി വിട്ടവരുടെ തീരുമാനം. വടകരയിൽ UDF BJPയുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയെ തുടർന്നാണ് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. വടകര മണ്ഡലത്തിലെ പേരാമ്പ്ര മേപ്പയൂരിൽ മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം റംല റസാഖ്, KMCC നേതാവ് മൂസ കമ്മന, ലീഗിന്റെ തൊഴിലാളി സംഘടനയായ STUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം PK റസാഖ്, സമീർ, നവാസ് ഉൾപ്പെടെ നിരവധി പേരാണ് പാർട്ടി വിട്ടത്. ഇനിയും കൂടുതൽ പേർ ലീഗ് വിടുമെന്നും ഇവർ പറഞ്ഞു. ഒരു കാലത്ത് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ബഹ്റിൽ മുസല്ല പിരിച്ച് നമസ്കരിച്ചാൽ പോലും RSSുമായിട്ടൊരു കൂട്ടില്ല എന്ന് പറഞ്ഞ് ആ പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് ആ പാർട്ടി നിർത്തിയിട്ട സ്ഥാനം UDFന്റെ സ്ഥാനാർത്ഥി മുരളീധരനെ കൂട്ടിയിട്ട് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കബറിടത്ത് പോയിട്ട് സന്ദർശനം നടത്തുകയാണ്. മെനഞ്ഞാന്ന് പത്രത്തിൽ നമ്മൾ കണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോലും ഇതിന് പൊറുക്കില്ല. അദ്ദേഹമാണ് പറഞ്ഞ് RSSുമായിട്ട് കൂട്ടില്ല. അതിലൊക്കെ പ്രതിഷേധിച്ച് ഞങ്ങൾ രാജിവെച്ചതാണ്. LDFുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. മേപ്പയൂരിൽ നടന്ന ചടങ്ങിൽ LDF സ്ഥാനാർത്ഥി P ജയരാജൻ ഇവരെ സ്വീകരിച്ചു. ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് വടകര മേപ്പയൂരിൽ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ പാർട്ടി വിട്ടിരിക്കുന്നത്. വടകരയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. RSS നേതാവിന്റെ വീട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് ഗുരുതര പരിക്ക്. കണ്ണൂർ നടുവിലിൽ RSS താലൂക്ക് കാര്യവാഹക് ഷിബുവിന്റെ വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. ഷിബുവിന്റെ മകൻ ഗോകുൽ, അയൽവാസി ശിവകുമാറിന്റെ മകൻ രജിൻ രാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അരയ്ക്ക് താഴെ ഗുരുതരമായി പരിക്കേറ്റ ഗോകുലിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഷിബുവിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ആയുധശേഖരവും ബോംബ് നിർമ്മാണ സാമഗ്രികളും പോലീസ് കണ്ടെത്തി. അലൂമിനിയം പൌഡർ, ഗൺ പൌഡർ, 4 വടിവാൾ, ഒരു മഴു എന്നിവയാണ് പിടിച്ചെടുത്തത്. യെദ്യൂരപ്പ BJPക്ക് 1800 കോടി രൂപ കോഴ നൽകിയതിനെക്കുറിച്ച് ഗൌരവമായ അന്വേഷണം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ BJP നേതാക്കളോ യെദ്യൂരപ്പയോ നിഷേധിച്ചിട്ട് കാര്യമില്ല. യെദ്യൂരപ്പയുടെ സ്വന്തം കൈയക്ഷരവും ഒപ്പുമടക്കമുള്ള രേഖകളാണ് പുറത്തുവന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഗൌരവമായ പരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഏജൻസികൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അതിനെക്കൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യമുള്ളതിടത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായാണ് പല ഏജൻസികളും ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം അന്വേഷണം ആരും വിശ്വസിക്കില്ല. അപ്പോൾ വേണ്ടത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമായിരിക്കണം. കോടതിയുടെ കൂടി അംഗീകാരത്തോടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന നിലയുണ്ടാവണം. എങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി BS യെദ്യൂരപ്പ BJP കേന്ദ്ര നേതാക്കൾക്ക് കോടികൾ നൽകിയെന്ന വെളിപ്പെടുത്തലിനെ സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ കോൺഗ്രസ്. മേഹി ചൌക്കിദാർ എന്ന പേരിൽ BJP നടത്തുന്ന പ്രചരണത്തിന് വിലങ്ങിടാൻ റഫേലിനൊപ്പം എഡ്ഡി ഡയറിയും വിഷയമാക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മറുപടിയായി DK ശിവകുമാറിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരിക്കും BJP പ്രതിരോധിക്കുക. അഴിമതി ആരോപണങ്ങൾ കൊണ്ടും അതിരുവിട്ട ധനസമ്പാദനം കൊണ്ടുമെല്ലാം നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്ന കർണാടകയിലെ കോൺഗ്രസ് നേതാവാണ് DK ശിവകുമാർ. സംസ്ഥാനത്തെ കോൺഗ്രസ് JDS സഖ്യ സർക്കാരിനെ താഴെയിറക്കാൻ BJP നടത്തിയ ഓപ്പറേഷൻ താമരയെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് DKയുടെ തന്ത്രങ്ങളിലൂടെയായിരുന്നു. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ എല്ലാ കാലത്തും DK ശിവകുമാറിന്റെ പിന്നിലുണ്ടായിരുന്നു. 2016-ൽ DK ശിവകുമാറിന്റെ വീട്ടിൽ നടത്തിയ ഒരു റെയ്ഡിലായിരുന്നു യെദ്യൂരപ്പയെയും BJP കേന്ദ്ര നേതാക്കളെയും പ്രതിരോധത്തിലാക്കിയ വിവാദ ഡയറിയുടെ വരവ്. റെയ്ഡിനിടെ ഡയറിക്കുറിപ്പിന്റെ പകർപ്പ് DK തന്നെയാണ് ആദായ നികുതി വകുപ്പിന് നൽകിയത്. എന്നാൽ ഒറിജിനൽ കണ്ടെത്താനായിട്ടില്ലെന്നും രേഖയുടെ ഉറവിടം വ്യക്തമാക്കാൻ DK ശിവകുമാർ തയ്യാറായില്ലെന്നും
ആദായ നികുതി വകുപ്പ് പറയുന്നു. രേഖയുടെ ആധികാരികത സംബന്ധിച്ച തർക്കങ്ങളിൽ തീരുമാനം ആയാലും ഇല്ലെങ്കിലും വിഷയം പ്രചാരണ വിഷയമാക്കി ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രചാരണ വേദികളിൽ ആരോപണം ഉയർന്നു കേൾക്കും. ഇതിനെ DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ പുറത്തുവിട്ട BJP പ്രതിരോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബാംഗ്ലൂരിലെ സ്റ്റീൽ ഫ്ളൈഓവർ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു ഡയറി കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞത്. ചുരുക്കത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലുഷിതമാകുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. P. ജയരാജന്റെ പ്രചരണാർത്ഥം ചുമരെഴുതിയ മതിൽ RSS തകർത്തു. തലശ്ശേരി കൊമ്മൽ വയലിലാണ് RSS അതിക്രമം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംഭവസ്ഥലം സന്ദർശിച്ചു. കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടിയാണ് RSS അക്രമമെന്ന് കോടിയേരി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കണമെന്നും കോടിയേരി പറഞ്ഞു. ഉടമസ്ഥന്റെ അംഗീകാരത്തോടുകൂടി എഴുതിയിട്ടുള്ള ചുമരാണ്, അവിടെ പരസ്യമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഇതിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രശ്നത്തിൽ ഇടപെടണം. വടകരയിൽ ഇത്തരം സംഭവങ്ങൾ RSSകാർ ധാരാളം നടത്താൻ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കോൺഗ്രസ് ഈ സംഭവത്തെ അപലപിക്കാൻ തയ്യാറുണ്ടോ? UDFന്റെ നേതൃസംഘം ഇവിടെ സന്ദർശിച്ച് ഈ സംഭവത്തെ അപലപിക്കണം. RSS നടത്തുന്ന ഇത്തരം അക്രമങ്ങളെ അപലപിക്കാൻ UDF നേതൃത്വം തയ്യാറുണ്ടോ എന്നവർ വ്യക്തമാക്കും.